Hi friends, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് 16 പാനൽ അനാർക്കലി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഫാബ്രിക് ഏതാണെന്ന് പറയാം. 3 മീറ്റർ ഷിഫോൺ ആണ് എടുത്തിട്ടുള്ള. ലൈനിങ് സമ്മർ കൂളാണ്, അല്ലെങ്കിൽ ക്രേപ്പ് എന്ന് പറയാം. 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, പ്ലെയിനോ അല്ലെങ്കിൽ ഡിസൈനൊക്കെ ഉള്ളതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പ്ലെയിനാണ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ പറയുക, മാർക്ക് ചെയ്യുന്നൊക്കെ വേഗം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇതിലാണ് കാണിക്കുന്നത്. അതും തന്നെ നമ്മൾ ക്ലോത്തിനെ രണ്ടായിട്ട് ഇതേപോലെ മടക്കി, രണ്ടായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിനെ മുഴുവനായിട്ട്, ആ 3 മീറ്ററുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അതിനെ മുഴുവനായിട്ട് ഇങ്ങനെ നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് ഇതേപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഇതൊക്കെ ഞാൻ തറയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്ക് ഇത്രയും വലിയ ടേബിളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് പറയാം. ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് വരുന്നത് 44 ആണ്. നോർമൽ നമ്മുടെ ഒരു പ്ലെയിൻ സാരിയൊക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള 44 വിഡ്ത്ത് വരുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുക, നേരെ രണ്ടായിട്ട് മടക്കി വയ്ക്കുക. ഓൾറെഡി നമ്മൾ നേരെ പകുതിയായിട്ട് നേരത്തെ വെച്ചതാണ്. ഇനി ഇതിനെ രണ്ടായിട്ട് നേരെ പകുതിയായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് ഇപ്പോഴേ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ലാസ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ ഇതേപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് അത്യാവശ്യം കുറച്ച് ലെങ്ത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്നുള്ളതുകൊണ്ട് 50 കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കാറ് 57 അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഫുൾ നമ്മൾ എന്താ പറയുക, നിലത്ത് ടച്ച് ചെയ്യുന്ന പോലെയാണെങ്കിൽ 57 കൊടുക്കാറുണ്ട്. ഇത് 50 കൊടുത്തത്, കാരണം കുറച്ച് പാൻറ്റ് കാണണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ ലെങ്ത്ത് നമ്മൾ ഇതേപോലെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യാം. അവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ഇനി ഒന്നുകൂടെ മടക്കി വെക്കണം. കണ്ടില്ലേ, ഇതിപ്പോൾ 2 കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ മടക്കി വെച്ചു. ഇനി നമുക്കിതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കി വെക്കണം. അങ്ങനെ ഇതേപോലെ മടക്കി വെക്കുമ്പോഴത്തേക്കും നമുക്കിത് ഫുള്ളായിട്ട് എന്ത് കിട്ടും, 16 പീസായിട്ട് കിട്ടും. 16 പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് 8ഉം ബാക്കിലേക്ക് 8ഉമായിട്ട് കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എപ്പോഴും എത്രയാണ് എടുക്കാറ്, ആ ഒരു ലെങ്ത്താണ് ഇവിടെ കൊടുക്കുന്നത്. 14 അല്ലെ 15. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിഡ്ത്ത് ഇവിടെ 2 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു ഭാഗത്തും 2 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 32 സൈസ് മുതൽ 40 സൈസ് വരെയുള്ള ആൾക്കാർക്കുള്ള അളവാണ് ഇത്. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഈ അളവെടുക്കാം. ഇതിലും തടിച്ച ആൾക്കാരാണെങ്കിൽ ഈ 2 എടുക്കുന്നതിന് പകരം 2.5 കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ഇൻറ്റു 8 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരിക എന്ന് നോക്കുക. അതേപോലെ 2 ഇൻറ്റു 8 8ഉം 16 അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എത്രയാണ് ആൻസർ വരിക. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കണം നമ്മുടെ സൈസ്. മനസ്സിലായോ? അപ്പോൾ അതിനാണ് നമ്മൾ ആ ഒരു 2 കൊടുക്കുന്നത്. 2 കൊടുത്താൽ നമുക്ക് എന്താ പറയുക, അത്യാവശ്യം സൈഡിൽ നിന്ന് കട്ട് ചെയ്യേണ്ടിയൊക്കെ വരും. ഓക്കെ, ഇനി നമ്മൾ ഈ സൈഡിൽ നേരത്തെ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ ഈ വശത്താണ് കൊടുത്താണെങ്കിൽ അപ്പുറത്ത് എത്തുമ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. സെയിം അളവ് തന്നെ കൊടുക്കുക. 14 ലെങ്ത്തിൽ 2 ഇഞ്ച് വീതിയിലാണ് കൊടുക്കുന്നത്. ഈ 2 ഇഞ്ച് വീതിയുടെ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ 32 മുതൽ 40ൻ്റെ ഉള്ളിൽ സൈസുള്ള ആൾക്കാരാണെങ്കിൽ 2 കൊടുത്താൽ മതി. അതിൽ കൂടുതൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഈ ലൈൻ ഉണ്ടല്ലോ, ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഇതേപോലെ സ്കെയിൽ വെച്ച് വരച്ചാലും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഞാൻ പിന്നെ അങ്ങനെ അങ്ങ് വരച്ച് പോയിന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലൈനിൻ്റെ മേളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും. കാരണം നമ്മൾ ഇത്രയും 16 പീസ് ഇതിൻ്റെ എന്താ പറയുക, അത്രയും മടക്കി വെച്ചതാണല്ലോ. അപ്പോൾ അത് നോക്കി നോക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നിവർത്തി വയ്ക്കാം, എത്രയാണ് പീസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നിവർത്തി വയ്ക്കുക. നമുക്ക് മൊത്തം 16 പീസ് നമുക്ക് കിട്ടും. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് 16 പീസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇതിൽ എന്താ പറയുക, ഇതൊക്കെ ഇത്രയും വീതിയായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ സൈഡിൽ വരുന്ന പീസ് 4 ചെറിയ ചെറിയ പീസ് ഉണ്ടാവും. അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ 2 ഭാഗത്തും സൈഡിൽ വരുന്ന പീസുകൾ ഉണ്ടാവും. അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടായിരിക്കും വരിക. ഇതും കൂടി കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് വരുന്നതായിരിക്കും അത്. ഇത്രയും പീസ് നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിൽ വരുന്ന പീസ് ഒക്കെ ചെറുതായിരിക്കും. കണ്ടില്ലേ, ഇതേപോലെ 2 പീസ് അങ്ങനെ 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗവും സൈഡിൽ കുറച്ച് ചെരിവുള്ള ഭാഗമായിരിക്കും ഉണ്ടാകുക. അതാണ് നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത്. ഓക്കെ,
ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന, അത് നമ്മൾ നേരെ സെൻറ്ററിൽ വെക്കുന്ന പോലെ എടുക്കുക. ഈ 2 പീസിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിപ്പോൾ ആവശ്യമില്ല. നമുക്ക് ആദ്യം ഫ്രണ്ട് ഭാഗം, എന്താ പറയുക, ഫ്രണ്ട് ഭാഗത്ത് നേരെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസായിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. കാരണം ഫ്രണ്ടിൽ ഞാൻ ഓപ്പൺ ആണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, നേരെ സെൻറ്ററിൽ വെക്കുന്നത്. ബാക്കി ഈ വരുന്നതൊക്കെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നേരെ ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് നേരെ സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. കാരണം നമ്മൾ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണൊക്കെ കൊടുത്തിട്ട് അവിടെ ചെറിയ ബോൾസ് ഉള്ള ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പീസിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നേരെ വെച്ചിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നേരെ സെൻറ്ററിൽ വരേണ്ടത്, അല്ലാണ്ട് സൈഡ് വരാൻ പാടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ അതിനെ നമ്മൾ ഡിവൈഡ് ആയിട്ട് എടുക്കണം. ബാക്കിലേക്ക് 8 പീസ് എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. മനസ്സിലാവും? ഇതിൽ നിന്ന് 8 പീസ് ബാക്കിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു, 8 എടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കി വരുന്ന പീസിനെ നമുക്ക് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. 8 പീസ് ഓൾറെഡി മാറ്റിക്കഴിഞ്ഞ് അത് നമ്മൾ ബാക്കിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഫ്രണ്ടിൻ്റെ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്ത് ചെയ്യുക, നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക, താഴെ വരെയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തിനെ ഒന്നും ചെയ്യേണ്ട, അതിന് നേരെ സെൻറ്ററിലേക്ക് തന്നെ വെക്കുക. ഈ വരുന്ന ഭാഗം മാത്രം, ഈ സൈഡിൽ നിന്ന് വരുന്ന ഭാഗം മാത്രം ഇതേപോലെ എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഒരു ലൈന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് താഴെ വരയ്ക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് അടുത്തത് ഇതേപോലെ വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് ഓരോരോ ഭാഗത്തുള്ളതും ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഈ ഭാഗത്തേക്ക് 3 വലിയ പീസും ആ ഭാഗത്തേക്ക് 3 വലിയ പീസും വെച്ചിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ചെറിയൊരു പീസും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാലും നമുക്ക് ഫ്രണ്ടിലേക്ക് 7 പീസാണ് ആവുക. ആ ഒരു എന്താ പറയുക, ഈ 2 ചെറുതുണ്ടല്ലോ, ആ ചെറുതിനെ നമ്മൾ 1 കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ അപ്പോഴേക്കും നമുക്ക് 7 പീസേ കിട്ടിയിട്ടുള്ളൂ, 8 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെയും 2 പീസ് ഉണ്ടായിരുന്നല്ലോ, ഒരെണ്ണം നമ്മൾ നേരെ സെൻറ്ററിലേക്ക് എടുത്തു. എന്നിട്ട് നമുക്ക് ബാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പീസ് എന്താ പറയുക, ഈ ചെറിയ 2 പീസ് ഇനിയും ബാക്കിയാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെയൊക്കെ സൈഡിൽ വെച്ച് കൊടുക്കുക. അതിനെ നമ്മൾ ബാക്കിലേക്ക് യൂസ് ചെയ്യണ്ട, ഈ ഫ്രണ്ടിൻ്റെ തന്നെ സൈഡിലേക്ക് യൂസ് ചെയ്യാം, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. മനസ്സിലായോ? ഇതിൽ ഡൗട്ട് വരണ്ട. കാരണം നമ്മൾ ഈ ഒരു പീസ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പീസാണ് നമുക്കിനി ബാക്കി ഉള്ളതെന്ന് വെച്ചിട്ട് നമ്മൾ ഇതിനെ എവിടെയും ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരികയാണ്. ഇത് നമുക്ക് ലെഫ്റ്റിലും വെക്കാൻ പറ്റില്ല, റൈറ്റിലും വെക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വീതിയുള്ളതും സെൻറ്ററിൽ നമുക്ക് ആ ഒരു പീസ് വന്നു പോയല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ കട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായി? ഇതിനെ കട്ട് ചെയ്തിട്ട് അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ യൂസ് ചെയ്യേണ്ട, ഇതിനെ നമ്മൾ ബാക്കിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഓൾറെഡി കട്ടായിട്ട് വന്ന 2 പീസ് ഉണ്ടല്ലോ, ഈ 2 പീസിന് എന്ത് ചെയ്യുക, നമ്മൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കൊടുത്താൽ മതി. അപ്പോൾ എന്തായി, നമുക്ക് എണ്ണി വരുമ്പോഴത്തേക്കും ആ ചെറുതായാലും ചെറുത് ഒരെണ്ണമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 8 പീസ് നമുക്ക് കറക്റ്റായിട്ട് ഫ്രണ്ടിലേക്ക് കിട്ടും. ഈ ചെറുതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിന് ഒരെണ്ണമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഇതിന് 2നെയും ഒരെണ്ണമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ബാക്കിയൊക്കെ എണ്ണി നോക്കുമ്പോഴത്തേക്കും 8 പീസ് കറക്റ്റ് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എന്തായി, ഈ ഒരു ഭാഗത്തേക്ക് ഡിവൈഡായിട്ട് കിട്ടി. കണ്ടില്ലേ? ഇതും കൂടി ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ടിലേക്ക് 8 പീസ് ആയിക്കഴിഞ്ഞ് ഇനി ബാക്കിലത്തത് പിന്നെ ഇത്രയും ടെൻഷനില്ല. ആ 8 പീസിന് അങ്ങനെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി എന്നേ ഉള്ളൂ. ഫ്രണ്ടിലത്തത് മാത്രമാണ് കുറച്ചും കൂടി നമുക്ക് ഡൗട്ട് വരുള്ളൂ. പക്ഷേ ഡൗട്ട് വരേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസ് എന്ത് ചെയ്തു, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് ചെയ്യാം. ഇതിന് എന്താ പറയുക, ഇതിലിനി നമുക്ക് അളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം, എന്നിട്ടേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ അതാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ കാണിച്ചത്. ഇതേപോലെ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെക്കുക. ഇനി ബാക്കിലേക്ക് വെക്കാനുള്ള പീസ് കണ്ടില്ലേ, 8 പീസ് ഉണ്ട്. 2 ഒന്നിച്ചൊന്നിച്ച് വെച്ചെന്നേ ഉള്ളൂ. ഇത് 8 പീസാണ് വരുന്നത്. ഇതിനെ നമുക്ക് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നോരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇതിനെ ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബാക്കിലത്തെ പീസ് നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് 8 പീസ് ഉണ്ട്. ഇത് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 8 പീസ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ ലൈനിങ് കട്ട് ചെയ്യാം.
കണ്ടില്ലേ, ക്ലോത്തിനെ ഇങ്ങനെ രണ്ടായിട്ടൊക്കെ മടക്കി ലൈനിങ്ങിനെ ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മൾ ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതേപോലെ വരുന്ന പോലെ വെക്കണം. കാരണം ഫ്രണ്ട് നമുക്ക് ഓപ്പൺ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ച് വെച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ, ഇതൊക്കെ സാധാരണ നമ്മൾ സൈഡ് ഓപ്പൺ ഇല്ലാതെ അലൈൻ കട്ടൊക്കെ എങ്ങനെയാണ് എന്താ പറയുക ചുരിദാറൊക്കെ കട്ട് ചെയ്യൂലേ, ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബോഡി ഷേപ്പ്, പിന്നെ ചെസ്റ്റ് അളവ്, അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുക. സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ താഴെ നിന്ന് ഇങ്ങനെ വീതിയായിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇതേപോലെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യേണ്ടത്. ലൈനിങ്ങിൽ ഇതേപോലെ സിമ്പിളായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അതുകൊണ്ട് ലൈനിങ്ങിൽ നമ്മൾ വേറെ എന്താ പറയുക ഈ പാനൽ കട്ടൊന്നും ചെയ്യുന്നില്ല. ലൈനിങ് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ സൈഡിൽ താഴത്ത് അതൊന്ന് ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കട്ടിങ് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ബാക്കാണ്. ബാക്ക് പീസ് ഇതേപോലെ നേരെ പകുതിയായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനിങ് പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലാണ്ട് എടുക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈനിങ് വെച്ച് എടുക്കുമ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് അളവെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഞാനിങ്ങനെ വരച്ചു കൊടുത്ത് എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ബാക്ക് പാർട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫ്രണ്ടും കൂടി ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സെപ്പറേറ്റ് ആയിട്ട്, കാരണം ഇത് ഒരു ചുരുണ്ട് നിൽക്കുന്നുണ്ടല്ലോ, ഓൾറെഡി എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം അയൺ ചെയ്യണം കേട്ടോ. അയൺ ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് സൈഡൊക്കെ. ഇനി നമുക്ക് നെക്കാണ്. അപ്പോൾ നെക്കിന് ഞാൻ 5 ഇഞ്ച് ലെങ്ത്താണ് കൊടുത്തിട്ടുള്ളത്, 3 ഇഞ്ച് പിടുത്തും. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് നെക്ക് വേണേലും കൊടുക്കാം, സ്ക്വയറോ റൗണ്ടോ ഏത് വേണേലും കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ബാക്ക് റൗണ്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് കോളറിനൊക്കെ കൊടുക്കണേൽ അങ്ങനെയും കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇതാ, അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്കിൽ നെക്കും ഇതൊക്കെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലത്തെ 2 പീസ് ഉണ്ടല്ലോ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അതിൻ്റെ എന്താ പറയുക ബാക്ക് പീസിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്ക് ഞാൻ ചെറിയൊരു വി ആണ് കൊടുത്തിട്ടുള്ളത്. വി നെക്ക് വരാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് വെടുത്തിൽ ഒരു 5.5 ഇഞ്ച് ഇറക്കമാണ് കൊടുത്തിട്ടുള്ളത്. വീനക്ക് ആണ് ഉദ്ദേശിച്ചത്, ചെറിയൊരു വീനക്ക്, അങ്ങനെ ഫുൾ വി എന്ന് പറയാനില്ല, ചെറിയൊരു വീനക്കാണ് വന്നിട്ടുള്ളൂ. ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലത്തെ ഭാഗവും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് സ്ലീവാണ് എടുക്കുന്നത്. സ്ലീവ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് സ്ലീവ് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിതിൽ 13 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ഒരു കുഞ്ഞ് സ്ലീവാണ്. അധികം ലെങ്തി ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഫുൾ ലെങ്ത്ത് എന്താ പറയുക, ഫുൾ സ്ലീവ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇതേപോലെ സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-20 എണ്ണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഞാൻ എണ്ണിയില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ലൈനിങ് ഫ്രണ്ട് ഭാഗമാണ് ചെയ്യുന്നത്. ആദ്യം ലൈനിങ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് അതിന് ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നെക്കൊന്നും ചെയ്യണ്ട, ജസ്റ്റ് എന്താ പറയുക, നേരെ സെൻറ്ററിലുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കിൻ്റെ അവിടുത്തെ ലൈനിങ്ങായിട്ടൊന്ന് ജോയിൻ ചെയ്യുക. പിന്നെ ആം ഹോൾ ഇതേപോലെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നില്ല ചെയ്ത്, അതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നെക്ക് എന്ത് ചെയ്യുക, നമുക്ക് അവിടുന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നെക്കിൻ്റെ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യാം, ഇതും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻറ്ററിൽ നമുക്ക് ആ ഒരു നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബോൾസ് പോലെയുള്ള ഡിസൈൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ കൊടുക്കണം. ഈ നെക്കിൻ്റെ ഇവിടുന്ന് കുറച്ച് എന്താ പറയുക, ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവരുത്. അതുകൊണ്ട് കുറച്ച് താഴ്ത്തിയിട്ട് വെച്ചോ, കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ വെച്ചിട്ട്
അതിൻ്റെ താഴത്ത് ഇങ്ങനെ ഞാൻ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് എടുത്തിട്ടുള്ളത്. എന്താ പറയുക, ഒരുപാട് അടുത്ത് അങ്ങനെ ചെയ്തിട്ടില്ല. 1 ഇഞ്ച് ഗ്യാപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. മുന്നേയൊക്കെ നമ്മൾ വല്ലാണ്ട് അടുത്തടുത്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ ഒരുപാട് ചെയ്യണം. ഈ ഒരു ബോൾസ് ഒരുപാട് ഉണ്ടാക്കണം. അപ്പോൾ അത്രയും ഉണ്ടാക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ അങ്ങനെ വെക്കുന്ന പാകത്തിനാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് എവിടെ വരെ വെക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഫുള്ളായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് ഫുള്ളായിട്ട്, പക്ഷേ ഫുള്ളായിട്ട് വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല. താഴത്ത് എങ്ങനെയായാലും നമുക്കൊരു ഓപ്പൺ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോൾഡർ ടു എന്താ പറയുക, നമ്മൾ മുട്ടിൻ്റെ കുറച്ച് മേളിലായിട്ട് അതുവരയ്ക്കേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഓപ്പൺ ആണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ഈ ബോൾസ് ഇങ്ങനെ വെച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്ത് എവിടെ നിങ്ങൾക്ക് ഓപ്പൺ എവിടെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓപ്പൺ വരയ്ക്കും മാത്രമേ നമ്മൾ ഈ ഒരു ബോൾസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് ഫുൾ താഴെ വരയ്ക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. താഴെ വരയ്ക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് എന്താ പറയുക, ഫുൾ സ്റ്റിച്ച് ചെയ്ത് അടച്ച് വെച്ച പോലെയാവും. താഴെ എന്തായാലും ഒരു ഓപ്പൺ വേണം, എന്നാലേ ഈ ഒരു ഡ്രസ്സിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക, എവിടെ വരെ വേണമെന്നുള്ളത്. ഞാൻ എൻ്റെ ഷോൾഡർ ടു മുട്ടിൻ്റെ കുറച്ച് മേളിലായിട്ടാണ് ഞാൻ അളവ് കൊടുത്തിട്ടില്ല, കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ അകത്തേക്ക് ബോൾസ് വരുന്ന പോലെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ബോൾസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 സൈഡ് ആയിട്ടുള്ള ഫൂട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട് 1 സൈഡ് ആയിട്ടുള്ള ഫൂട്ട് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോഴേ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെക്കാനുള്ള പീസും ലൈനിങ്ങുമായിട്ട് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഇതേപോലെ. പിന്നെ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഈ ഭാഗം ഫുള്ളായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. കാരണം നമുക്കിനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതും കൂടിയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമ്മൾ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ എന്താ പറയുക, ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു പീസിൻ്റെ മേളിൽ ഇതിനെ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ സൈഡിൽ വരുന്ന എന്താ പറയുക, ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് വരുന്ന പീസ് ഉണ്ടല്ലോ, ഇതേപോലെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. അത് കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ വരുന്ന പീസൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ മേളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് എന്താ പറയുക, സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു പീസ് ചിലപ്പോൾ അകത്തോട്ട് സ്റ്റിച്ചായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് വെച്ച് നോക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു സംഭവം ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്ന പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എന്നേ ഉള്ളൂ. ഇതിൻ്റെ മേളിൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതും 1 സൈഡ് ആയിട്ടുള്ള ഫൂട്ട് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ചായിട്ട് വരും. മുന്നേ നമ്മൾ ഇതേപോലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ചും കൂടി ചെയ്ത് ബാക്ക് എന്താ പറയുക, അകത്തിരിക്കുന്ന ഭാഗം ഇതേപോലെയാണ് വരിക. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്ത് ഇനി നമുക്ക് നെക്കാണ് ഇനി ഫിനിഷ് ചെയ്തെടുക്കേണ്ടത്. സാധാരണ നെക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അതേപോലെ ഒരു പീസ് വെച്ചിട്ട് കണ്ടില്ലേ, ഇതേപോലെ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്താ പറയുക, കൈ വെച്ച് തുന്നി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ അങ്ങ് വിടുവാണ് ചെയ്തത്. കാരണം ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ബോറാക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് അതിനെ ജസ്റ്റ് ഹെം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അതിനെ അങ്ങനെ അങ്ങ് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് ചെയ്തെടുക്കേണ്ടത്. ബാക്കിൽ ലൈനിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നല്ല പീസ് ഇതിൻ്റെ മേളിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നെക്കും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് നെക്കും കാര്യങ്ങളെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി 2 ഭാഗത്ത് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വെച്ചിട്ട് 2 ഭാഗത്ത് ഷോൾഡറും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഇവിടെയായിട്ട് ഇതേപോലെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സ്ലീവാണ് ഫിറ്റ് ചെയ്യേണ്ടത്. നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അത് ലാസ്റ്റ് എന്താ പറയുക, സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്, എന്താ പറയുക, കൈ വെച്ച് തുന്നി കൊടുക്കുക എന്നുള്ളത് അതിന് അങ്ങനെ വിട്ടിട്ടുള്ളത്. അപ്പോൾ സ്ലീവൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇനി ബോഡി ഷേപ്പാണ് ഉള്ളത്. ബോഡി ഷേപ്പും കൂടിയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫിനിഷായി. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, സ്ലീവിൻ്റെ അവിടെ നിന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്നിച്ച് വെക്കുക. ലൈനിങ് എത്രയാണോ വരുന്നത് കറക്റ്റായിട്ട് ലൈനിങ്ങിൻ്റെ അളവ് കറക്റ്റ് നോക്കുക. അതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും നോക്കണം. അപ്പോൾ ഇതേപോലെ വന്നിട്ട് എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ ബോഡി ഷേപ്പിൻ്റെ കുറച്ചും കൂടി താഴത്ത് ഈ സൈഡ് ഓപ്പണൊക്കെ വരുന്ന അളവുണ്ടല്ലോ, ഒരു 20, ആ ഒരു അളവിൻ്റെ അവിടം വരെ ഒന്നിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഷേപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അത് എന്താ പറയുക, വലിയ ടഫുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സൈഡ് ഓപ്പണൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇതാ ഇവിടെ ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ വരിക, എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഈ കോണിൻ്റെ അടുക്കുന്ന വന്നിട്ട് എന്ത് ചെയ്യുക, സൈഡ് ഓപ്പൺ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ ഒന്ന് മടക്കി തയ്ക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് മടക്കിയിട്ടൊന്ന് തയ്ക്കുക. പിന്നെ താഴത്തെ ഭാഗവും കൂടി ഒന്ന് മടക്കി തയ്ക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്, വലിയ ടഫായിട്ടുള്ളൊന്നുമില്ല. എന്താ പറയുക, നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. അളവും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ അളവ് ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. എന്താ പറയുക, 32 മുതൽ 40 വരെ ആ ഒരു അളവ് കാര്യങ്ങൾ എടുക്കുക. അതിൽ കൂടുതലാകുമ്പോൾ മാത്രം നിങ്ങൾ അതിൽ കൂടുതലെടുത്താൽ മതി. ഈ 2 എന്നുള്ള ഗ്യാപ്പിലും കൂടുതലെടുത്താൽ മതി. അതിൽ ഡൗട്ടൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ ഇനി ഹെവി ആയിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഹാൻഡ് വർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിലൊക്കെ ഹാൻഡ് വർക്കൊക്കെ കൊടുക്കാം. ഞാൻ പിന്നെ ഒരു വർക്കും കൊടുത്തിട്ടില്ല, അതിനുള്ളൊരു സമയമൊന്നുമില്ല. സ്റ്റിച്ച് ചെയ്യാൻ തന്നെ എനിക്ക് കുറച്ച് സമയം എടുത്ത്, കാരണം വർക്കിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാൻ സെയിം ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു പലാസോ ആണ് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുള്ളത്. സെയിം ആ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടുള്ള പലാസോ. അപ്പോൾ അതും കൂടി ആയപ്പോഴാണ് ഫുള്ളായിട്ട് ഫിനിഷായി എന്ന് പറയാൻ പറ്റും. അപ്പോൾ പലാസോ സ്റ്റിച്ചിങ് വേണമെന്നുള്ള ആൾക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പാൻറ്റിൻ്റെ വീഡിയോ കൊടുക്കാം. ഇതിൻ്റെ ഇല്ല കേട്ടോ, വേറെ ചെയ്തത് കൊടുക്കാം. അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ടൊക്കെ വരാം. അപ്പോൾ എന്തെങ്കിലും റെഫറൻസ് പിക്കും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അയച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്